ഹലോ എവരി വൺ. ആഫ്റ്റർ ലോങ് ടൈമിന് ശേഷമാണ് ഒരു വീഡിയോ വരുന്നത്. എനിക്ക് ഇപ്പോഴാണ് അതിന് ടൈം കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഞാനിവിടെ ജർമ്മനിലെത്തിയ ശേഷം കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. ഞാനിപ്പോൾ കൊളൈൻ എന്നും പറഞ്ഞുള്ള കത്തീഡ്രലിലേക്ക് പോകണേന് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഈ ഒരു ട്രക്ക് കണ്ട് ഇപ്പോൾ കാണുന്നത്, ഇത് ഓൾറെഡി ജർമ്മനിൽ മിക്ക ടൂറിസ്റ്റ് പ്ലേസിലുണ്ടാവും. പാസഞ്ചേഴ്സിന് ടിക്കറ്റൊക്കെ എടുത്ത പാസഞ്ചേഴ്സ് അതിൻ്റെ അകത്ത് കയറിയിട്ട് ആ സിറ്റിയൊക്കെ ഇങ്ങനെ കറക്കിക്കോരി ആ ഒരു ടെറിട്ടറി. കാറ് പാർക്ക് ചെയ്യുന്ന പ്ലേസാണ്. നമ്മളിവിടെ ഔട്ട് സൈഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫൈൻ വരും, നല്ലൊരു ഫൈനൊക്കെ വരും. നമ്മളൊരു ടിക്കറ്റ് എടുക്കും, ഇവിടെ മിഷൻ ഉണ്ടാവും, ടിക്കറ്റ് എടുക്കും. ഓൾറെഡി വന്ന സമയത്ത് പേ ചെയ്തിട്ടാണ് ഇറങ്ങി ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇത് സേഫായിട്ട് കിടക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ ടൈം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പോണ വഴി ഒരു രസമുണ്ട്. ഞാനൊരു സംഭവം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രം രസമല്ല, നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ ഭജന കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ജർമ്മനിയിൽ ഇങ്ങനെ ഭജന നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ വരുന്നത്. ഈ കത്തീഡ്രലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് മിക്കപ്പോഴും ഇവൻ്റൊക്കെ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും. എല്ലാവരും കൂടി ആസ്വദിച്ച് പാടും, ഡാൻസ് കളിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിലും കാണാൻ വേണ്ടി പറ്റും നമ്മൾ പോകുമ്പോഴത്തേക്കും. പിന്നെ ആർട്ടൊക്കെ ഉണ്ടാവും, നല്ലപോലെ അടിപൊളിയായിട്ട് ആർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെറിയ ചെറിയ ഇവൻറ്റുകളൊക്കെ ഉണ്ടാവും. പ്രതിവർഷം 60 ലക്ഷത്തോളം 6 മില്യൺ ആളുകൾ സന്ദർശിക്കണ ഒരു മോസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസാണ് ജർമ്മനിയിൽ. 632 വർഷം എടുത്ത് ടോട്ടല് ഈ പള്ളിയുടെ വർക്ക് തീരാൻ വേണ്ടി. 1248 നിർമ്മാണം ആരംഭിച്ച ഈ പള്ളിയുടെ വർക്ക് തീരുന്ന 1880. ഇതൊന്നുമല്ലാതെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിനെ കാണാനെത്തിയ 3 ജ്ഞാനികളുടെ തിരുശേഷിപ്പുകൾ അടങ്ങിയ പ്രശസ്തമായ സ്വർണ്ണപ്പേടകം ഈ കത്തീഡ്രലിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. 1996 യുനെസ്കോ ഇതിനെ ലോക പൈതൃക സ്ഥാനമായി പ്രഖ്യാപിച്ചു. ഇതൊന്നുമല്ലാതെ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ഇതേപോലെ ആർട്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇത് എല്ലാ രാജ്യങ്ങളുടെയും ഒരു ആർട്ടാണ്, ഫ്ലാഗ് വെച്ചിട്ടുള്ളതാണ്. നമ്മളുടെ ഇന്ത്യൻ മഹാരാജ്യത്തിൻ്റെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ട് ആളുകൾ ക്യാഷ് വെച്ചിട്ട് പോകും. ചെറിയ ചെറിയ നാണയങ്ങൾ, നോട്ടുകളൊക്കെ വെക്കും അവരവരുടെ കൺട്രിയിൽ. ഞാനും വെച്ചായിരുന്നു നമ്മളുടെ ഇന്ത്യൻ പതാകയുള്ള ഫ്ലാഗുള്ള അവിടെ ഞാനും ക്യാഷ് വെച്ചിരുന്നു. ഇതിൻ്റെ അകത്ത് എൻട്രൻസ് ചെയ്യണതിന് നമ്മളൊരു 12 യൂറോൻ്റെ ടിക്കറ്റ് എടുക്കണേ. ഞാൻ ഇവിടെ അടുത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട്, അവിടെ പോയി എടുത്ത് 12 യൂറോ. നമുക്ക് ഈ പള്ളി എല്ലാം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബൈബിളിലുള്ള പല രാജാക്കന്മാരുടെയും പ്രവാചകന്മാർ, അങ്ങനെയുള്ള വിശുദ്ധർ, അങ്ങനെയുള്ളവരുടെയൊക്കെ ചെറിയ ചെറിയ രൂപങ്ങൾ കൊത്തിയിരിക്കുന്ന പള്ളിയുടെ പല ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ വിഖ്യാതമായ ഇരട്ട ഗോപുരങ്ങൾക്ക് 157 മീറ്റർ 515 അടി ഉയരമുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഇരട്ട ഗോപുരങ്ങളുള്ള ദേവാലയമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരവും വലുതുമായ ഗോതിക് വാസ്തുവിദ്യ നിർമ്മിതികളിൽ ഒന്നാണിത്. ഈ ഗ്ലാസിൽ 13-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ട് വരെയുള്ള വ്യത്യസ്തമായ കാലഘട്ടങ്ങളുടെ കലാരൂപങ്ങൾ ഈ ജാലകങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. AD 1260 കാലഘട്ടത്തിലെ ജാലകങ്ങൾ ഇവിടെയുണ്ട്. അവയിൽ ബൈബിളിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും സംഭവങ്ങൾ മനോഹരമായിട്ട് ഇവിടെ ആർട്ട് ചെയ്തിട്ടുണ്ട്. 2007 പ്രശസ്തനായ ജർമ്മൻ കലാകാരനായ ഗെർഹാർഡ് റിക്ടർ രൂപകൽപ്പന ചെയ്ത ആധുനിക ഗ്ലാസ് ആർട്ടാണിത്. ഈ ദേവാലയത്തിൻ്റെ അൾത്താര ഇതാണ്. AD 1521 ബെൽജിയത്തിലെ ആൻറ്റ്വെർപ്പിലാണ് ഈ അൾത്താര തടി വെച്ചുള്ളത് നിർമ്മിക്കപ്പെട്ടത്. ബൈബിളിൽ പറയുന്ന ഉണ്ണീശുവിനെ വന്ദിക്കുവാൻ
കിഴക്ക് നിന്നെത്തിയ 3 രാജാക്കന്മാരുടെ അസ്ഥികളും തിരുശേഷിപ്പുകളുമാണ് ഇതിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 1164 മിലാനിൽ നിന്നാണ് ഈ തിരുശേഷിപ്പുകൾ കൊളോണിലേക്ക് കൊണ്ടുവന്നത്. ഈ പെട്ടകം നിർമ്മിച്ചിരിക്കുന്നത് സ്വർണവും വെള്ളിയും കൂടി ചേർന്നാണ്. അതുകൂടാതെ തന്നെ 1000-ലധികം വജ്രങ്ങളും ഇതിൽ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പെട്ടകം നിർമ്മിക്കണമെങ്കിൽ. ഈ തിരുശേഷിപ്പ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും വലിയ ദേവാലയം ഇവിടെ ബിൽഡ് ചെയ്തതാണ്. വിശുദ്ധ തിരുശേഷിപ്പുകൾ കൊളോണിയിലേക്ക് കൊണ്ടുവന്ന ചരിത്രപരമായ സംഭവമാണ് ഇതിൽ ശരിക്കും ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ നമ്മൾ എല്ലാ ഭാഗത്തും കൊടുത്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ്, ആ ഒരു കാര്യമാണ് ശരിക്കും അത് ഇവർ ആപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭിത്തിയിൽ കാണുന്ന ഗ്ലാസ്സൊക്കെ കണ്ട അത് ഭയങ്കര ഓൾഡ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗ്ലാസ്സുകളാണ്. സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് ഭയങ്കര ഗ്ലോവിങ് ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും ചർച്ചിൻ്റെ ഉള്ളിലും സൈഡൊക്കെ കാണാൻ വേണ്ടി. അതേപോലെ തന്നെ ഈ ചർച്ചിൻ്റെ ടവറിൽ കയറാൻ വേണ്ടി പറ്റും നമ്മൾക്ക്. നിസ്സാര പൈസകൾ 8 യൂറോയുള്ള ഞാനൊരു ഓൺലൈനിൽ കൂടി ഒരു ടിക്കറ്റ് എടുത്തായിരുന്നു. നമ്മൾ മുകളിലേക്ക് പോയിട്ട് കാണിച്ചു തരാം. ഇത്രയും ഉയരത്തിൽ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയായിരിക്കും താഴത്തേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും. അതേപോലെ തന്നെ ഇവിടെ ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ച ഉണ്ട്, ഒരു ലോക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് ലവ് ലോക്ക് എന്നാണ് പറയണത്. 2 പേര് തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാണ് അവർ കാണിക്കുന്നത്. ചിലപ്പോൾ ലവേഴ്സ് ആയിരിക്കാം, ദമ്പതികളായിരിക്കാം. അവരിത് ലോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ താക്കോല് ആ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കളയും. കാര്യം അവരുടെ സ്നേഹം ഒരിക്കലും പിരിയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അവർ. നമ്മൾക്ക് ഈ മുകളിൽ നിന്നിട്ട് താഴത്തേക്ക് ഈ നഗരത്തിനെ വീക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഒരു ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്. €1 കോയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് നേരം കാണാൻ വേണ്ടി പറ്റും. ഈ പള്ളിയുടെ 4 സൈഡും ചുറ്റി വരാൻ വേണ്ടിയുള്ള വിധത്തിലാണ് ഇവർ വഴി പണിതിരിക്കുന്നത്. നമ്മൾ 4 സൈഡും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. താഴത്തേക്കൊക്കെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും, അത്രയും ഹൈറ്റിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പള്ളിക്ക് ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഈ പള്ളി ശരിക്കും നിൽക്കുന്നത്. അത് ശരിക്കും ഇവർ ചെയ്തതല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിലെ വ്യവസായ വിപ്ലവ കാലത്ത് ഫാക്ടറിയിൽ നിന്നുള്ള പുകയും കൽക്കരിയും ഉപയോഗിച്ചുള്ള ചൂടാക്കലും തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ ബാനൂഫിൽ നിന്നിട്ട് തീവണ്ടികളൊക്കെ വരും, അപ്പോൾ കരിപ്പുകയൊക്കെ വരും. അതൊക്കെ അടിഞ്ഞുകൂടിയാണ് ശരിക്കും ഇതൊരു ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡായിട്ട് മാറിയത്. അത് ശരിക്കും ഈ കത്തീഡ്രൽ നിർമ്മിക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചിരിക്കുന്ന മണൽ കല്ലുകളാണ് ശരിക്കും. അപ്പോൾ ഇവർ ഇത് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൊത്തുപണിക്ക് ഡാമേജ് ആകും. ഇപ്പോഴും ഡാമേജ് ആകുന്ന കല്ലുകൾ ഇവർ ശരിക്കും പറഞ്ഞാൽ അത് മാറ്റിയിട്ട് പുതിയത് വെക്കുന്നുണ്ട്, റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പല ഭാഗങ്ങളും നമ്മൾ നടന്ന് സഞ്ചരിക്കുമ്പോഴത്തേക്കും കാണാൻ വേണ്ടി പറ്റും നമുക്ക്. ഈ പയ്യൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും എപ്പോഴും. കാര്യം ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് വന്നപ്പോഴത്തേക്കും ശരിക്കും നല്ല ഹൈറ്റ് ഉണ്ട്, അത്രയും കയറി തന്നെ. അപ്പോൾ ഇവൻ കാലിഫോർണിയയിലുള്ളതാണ്. ഇവൻ്റെ പാരൻസ് പുറകെ വന്നുണ്ട്. പക്ഷേ ഇവൻ എന്നെ ചുറ്റിപ്പറ്റിയാണ് മുകളിലേക്ക് വന്നത്. നല്ലൊരു പയ്യനാണ്, അടിപൊളിയായിട്ടൊക്കെ കമ്പനിയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇതിപ്പോൾ എക്സിറ്റ് പോണ വഴിയാണ്. ഞാൻ ഇതിൽ തന്നെ ഇതിപ്പോൾ വന്ന വഴിയാണ്, എൻട്രിയാണ്. ഇതിപ്പോൾ എക്സിറ്റാണ്. നമ്മൾ നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോകുന്നത്. എന്നിട്ട് താഴത്ത് ഞാൻ ജസ്റ്റ് ഒരു ഐസ്ക്രീം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിരുന്ന് ജസ്റ്റ് ഒന്ന് വീക്ഷിച്ചതാണ് ഈ പള്ളീനെ. നല്ലൊരു ഭംഗിയുണ്ട് ആ സ്ഥലത്ത് നോക്കുമ്പോഴത്തേക്കും. വി ക്യാൻ സീ വിത്ത് അനദർ വീഡിയോ. ബൈ.